നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ മത്സരങ്ങൾ കഴിഞ്ഞിട്ട്, അതായത് ഇൻ്റർ മയാമിയുടെ കളി കഴിഞ്ഞിട്ട് റൗണ്ട് ഓഫ് 16 അവർ PSG പുറത്തായിട്ട് അതിനുശേഷം അവർ എത്ര കളി കളിച്ചെന്നറിയാമോ? MLS ചറപറ കളികളാണ്, 4 കളികൾ കളിച്ചു. അപ്പോൾ താരങ്ങൾക്ക് നിരവധി പേർക്ക് പരിക്കാണ്. മെസ്സിയെ പോലുള്ള വെറ്ററൻ താരത്തെ എങ്ങനെ ഉപയോഗിക്കണം, ഇന്ന് നടക്കുന്ന കളിയിൽ കളിപ്പിക്കാൻ പറ്റുമോ, ചോദ്യങ്ങൾ വരികയാണ്. നിരന്തരം കളിപ്പിച്ചു കഴിഞ്ഞാൽ പരിക്കിൻ്റെ പിടിയിലേക്ക് മെസ്സി കൂടി വീണു പോകുമോ? ഹവിയർ മസ്റാനോ ഇന്നത്തെ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ അവർ ന്യൂയോർക്ക് റെഡ് ബുൾസുമായിട്ട് കളിക്കുകയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ കളി ആരംഭിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ചിനോട് ചോദിക്കുന്നു, എന്താണ് ലിയോ മെസ്സിയുടെ കാര്യം, അദ്ദേഹത്തെ കളിപ്പിക്കുമോ അതല്ല റെസ്റ്റ് കൊടുക്കുമോ? മറുപടി, ലിയോയോട് ഞങ്ങൾ സംസാരിക്കും കളിക്ക് മുമ്പ്. ഇഫ് ഹി ഈസ് ഫീലിംഗ് ഗുഡ് ഹി വിൽ മോസ്റ്റ് ലൈക്ലി സ്റ്റാർട്ട്. അദ്ദേഹം ഓക്കെ ആണെങ്കിൽ അദ്ദേഹം കളിയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ഇഞ്ചുറി എന്നോട് ചോദിച്ചാൽ ഞാൻ സ്പെഷ്യലിസ്റ്റ് അല്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് പരിക്ക് ടീമിലെ താരങ്ങൾക്ക് വരുന്നതിൽ ഞാൻ വളരെയധികം വറീഡാണ്. ഇൻ ദി എൻഡ് ടീം നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് മസിൽ ഇഞ്ചുറീസ് ഈ സീസണിൽ ഉണ്ടാകുന്നു. അത് ഞങ്ങൾ കളിക്കുന്ന മത്സരങ്ങളുടെ ഇൻറ്റൻസിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 1.5 മന്ത് എടുത്ത് നോക്കുക, ഞങ്ങൾ വളരെ ഹൈ ആയിട്ട് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ചില എക്സ്പ്ലനേഷൻസ് ലഭിക്കുന്നുമുണ്ട്. ഇനി ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്. ഈ പരിക്കുകൾ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. ടീം ഗ്രാജ്വലി ഇഞ്ചുറി കാരണം ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നോക്കുക, നമ്മൾ വീണ്ടും അടുത്ത കളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്ലെയേഴ്സിനോട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി ചില പൊസിഷനുകളിൽ റൊട്ടേഷൻ ആവശ്യമാണ്. ഇപ്പം ആരൊക്കെ അവൈലബിൾ ആയിരിക്കും, ആരൊക്കെ കളിക്കാൻ റെഡിയാവും എന്നുള്ളത് നാളെ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അത് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു വെയിറ്റ്. താരങ്ങളുടെ റിക്കവറിയും കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. ഒരുപാട് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യവുമില്ല. എന്തായാലും 6-7 ചേഞ്ച് ഒന്നും ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവില്ല. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ടീമിനെ അത് വീക്കനാക്കും. സോ എന്തെങ്കിലും ഒരു ഫേവർ നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. സോ പല താരങ്ങളും ഇപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ, ഒരുപാട് റൊട്ടേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു റിതം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകും. ഇതാണിപ്പോൾ കോച്ച് പറയുന്നത്. പരിക്കും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. ലിയോ മെസ്സി ഇന്ന് കളിക്കുമോ എന്ന കാര്യം ഉറപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്ന് ലിയോ മെസ്സിയുമായിട്ട് സംസാരിച്ചിട്ട് മെസ്സി ഓക്കെ ആണ് എന്നാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. അതേസമയം ഉസ്താരിയുടെ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിലൊരു വ്യക്തതയില്ല എന്നാണ് കോച്ച് പറയുന്നത്. ഉസ്താരി സഫേർഡ് ആൻ ഇഞ്ചുറി, പക്ഷേ എനിക്കറിയില്ല എത്ര കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കളി അദ്ദേഹം കളിക്കില്ല. ഗോൾ കീപ്പർ റോക്കോ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അതായത് റിയോസ് നോവോ ആയിരിക്കും എന്നുള്ളതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിരവധി താരങ്ങൾക്ക് പരിക്കാണ് ഇൻ്റർ മയാമിയുടെ. നമ്മളത് കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ട് അതിൻ്റെ ലിസ്റ്റ് തന്നെ നമ്മൾ പറയുകയുണ്ടായി. ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഗോൾ കീപ്പർ കൂടി എത്തുന്നത്. മയാമിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.